വരികയാണല്ലോ. വഴിയോരങ്ങളെല്ലാം വർണ്ണാഭങ്ങളായ പൂക്കളങ്ങൾ ഒരുക്കുമ്പോൾ അതൊക്കെയും പ്രത്യാശയുടെ പുതിയ വെളിച്ചമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ തെളിവാക്കുന്നത്. ഓർമ്മകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കൂടിയാണ് ഓരോ ഓണക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത്. പോയ കാലത്തിന്റെ ഗതകാല സ്മരണകളുടെ ഓർമ്മകൾ. മനുഷ്യന് മുഖത്തോട് മുഖം തന്നെ നോക്കാൻ സമയമില്ലാതെ ഡിജിറ്റൽ ട്രെൻഡ്സിന് പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തികച്ചും അനിവാര്യമല്ലാതായിക്കൊണ്ടിരിക്കുന്ന പെണ്ണുകാണൽ എന്ന കലാരൂപം നർമ്മത്തിന്റെ മേമ്പടി ചേർത്ത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളിവിടെ. ഉറപ്പായും ഉണ്ടായേക്കാവുന്ന ബഗ്സും ഇഷ്യൂസും ഒരു നോർമൽ ഡെവലപ്മെന്റ് പ്രോസസിന്റെ ഭാഗം മാത്രമായി കണ്ട് കൈയടിച്ച് പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഈ ഒരു സ്കിറ്റിന് വേണ്ടി കഴിഞ്ഞ ഓണത്തിന് ജുറ ടിക്കറ്റ് റൈസ് ചെയ്ത് കാത്തിരിക്കുന്ന എനിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എന്തോ ഇത്ര പെട്ടെന്ന് ഞെത്തിയോ? എന്ത് വിചാരിക്കാൻ പിന്നെ അവൾക്ക് ഇന്നലെ ഓഫീസിൽ നിന്ന് ഒരു ബിഗ് കോംപ്ലിമെന്റ് തന്നെ കിട്ടിയെന്ന് കേട്ടു. അവളുടെ പ്രോജക്റ്റ് ഇന്നലെ ലൈവ് പോയെന്ന്. അതിന്റെ പെർഫോമൻസ് കണ്ട് എല്ലാ മാനേജേഴ്സ് അവളെ ഒരുപാട് ഡിഗ്രേഡ് ചെയ്തെന്നാണ് കേട്ടത്. ചെയ്യും പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവ്വജന്മ സാഫല്യമാണ് നന്മകളുടെ വിളനിലമായ സർവജ്ഞയായ നമ്മുടെ മക്കൾ. വളരെ ആക്രാന്തക്കാരിയും പ്രായത്തിൽ കുറഞ്ഞ കുശുമ്പും വിവരക്കേടും MBTയിൽ അവളുടെ ഇമേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെയ്ത പ്രോജക്ട്സ് എല്ലാം എയറിലാക്കിയതിന് HODയുടെ വിശിഷ്ട സേവാമണ്ഡൽ വാങ്ങിയ മാനേജർ ഗോപികൃഷ്ണന്റെയും സൽഗുണ സമ്പന്നയും സുന്ദരിയുമായ സതീദേവിയുടെയും മകളല്ലേ അവൾ ദർശന. എനിക്ക് തന്നെ കിട്ടി. എന്ത് മെമ്മോ? JK സാർ നേരിട്ട് വിളിച്ചാൽ തന്നെ ഈ കുറെ കാലത്തേക്ക് പ്രോജക്റ്റിലൊന്നും കൈവയ്ക്കണ്ടെന്നും പറഞ്ഞു. നിന്റെ ഈ നേട്ടങ്ങൾക്ക് നിനക്കിന്ന് അച്ഛനൊരു സർപ്രൈസ് തരുന്നുണ്ട്. ഓ, സർപ്രൈസ്? എന്താണ് അച്ഛാ? നിന്നെ കാണാൻ ഇന്നൊരു പയ്യൻ വരുന്നുണ്ട്. ഓ, അതായിരുന്നു കാര്യം. വല്ല ഡെവലപ്പർമാരും ആയിരിക്കും. സ്റ്റേക്ക് ഓവർഫ്ലോ ഏതാ, സ്വന്തം കോഡ് ഏതാ എന്നറിയാത്ത ഈ ഡെവലപ്പർമാരൊന്നും എനിക്ക് വേണ്ട അച്ഛാ. ഇത് കൊള്ളാം. സപ്പോർട്ടീവുള്ള പയ്യനെ കൊണ്ടുവന്നു. അവനെ എപ്പോഴും ബ്രാഞ്ചിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നിനക്ക് വേണ്ട. ടെസ്റ്ററാണെങ്കിൽ കുറ്റം കണ്ടുപിടിക്കും. BA ആണെങ്കിൽ ചെയ്യുന്നതെല്ലാം ഡോക്യുമെന്റ് ആക്കും പോലെ. അല്ല, ഇത് കാണാതിരിക്കുന്ന ആരെ വേണമെന്നാണ്. അച്ഛൻ അറിയില്ലേ എന്റെ ഇഷ്ടം? എന്നെ കെട്ടുന്ന ആൾ ടെററായിരിക്കണം. കൽപ്പൻ എന്ന് വെച്ചാൽ ഒന്നൊന്നര കൽപ്പൻ. അപ്പൊ ഞാൻ കൽപ്പന്റെ കാന്താരി. എന്നാലേ ഇന്ന് വരാൻ പോണത് നിസ്സാരക്കാരനല്ല.
ഇന്ത്യയിൽ അങ്ങോളമുള്ള എല്ലാ ബ്രാഞ്ചിലും ലോൺ എടുത്ത് ഒരു പൈസ പോലും തിരിച്ചടയ്ക്കാതെ ഉണ്ടായിസം കാണിച്ച് നടക്കുന്ന ഒരുത്തരുണ്ട്. പേര് സോമൻ. സോമൻ. സോമന്റെ ഓട്ടോയിൽ കയറിയത് നിനക്ക് കാശ് വേണം അല്ലടാ? ഈ സോമൻ കൈവച്ചാൽ തീപ്പൊരി പറക്കും. അതാണ് തീപ്പൊരി സോമൻ. അല്ല പിന്നെ സതി, സോമൻ വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും തേച്ചിട്ട് കടന്നു കളഞ്ഞ ദ്രോഹി. തേച്ചിട്ട് പോയെങ്കിലേ കാര്യമായി പോയി. താൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നേ? വന്നത് എന്തിനെങ്കിലും ആകട്ടെ, പക്ഷേ ഈ സതീദേവിയെ കൊണ്ട് സോമൻ ഇവിടുന്ന് പോകൂ. താൻ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടേ ഇവിടുന്ന് പോകും. ഞാൻ കൊണ്ടുപോകും. പോകില്ല. പോകും. ഇല്ല. എന്റെ പൊന്നെ പൊളി, എനിക്കിത് മതി. ഇല്ലെന്ന് വെച്ചാ ഇല്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ലോണിലൊന്നും ഇല്ല, തിരിച്ചറിവില്ലാതെ. ഇനി അല്പം ഡീസന്റ് ആവാം. സതി, ഇതാണ് നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വന്ന ചെക്കൻ സോമൻ. ഇയാളോ? ഈ വിവാഹം നടക്കത്തില്ല. അതെന്താ നടന്നാല്? ആ മുഖത്തോട്ടൊന്ന് നോക്ക്, എന്തൊരു തേജസ്സാണ്. കണ്ണുകളുടെ ആ ലാസ്യഭാവം, ചുരുട്ടി വെച്ച മീശയുടെ ആ ഗാംഭീര്യം, എന്നാ ഒരു ടെറർ ലുക്കാണ്. എനിക്ക് ഈ ചെക്കന് മതി. അമ്മേ ദേവി, ഓ, നിങ്ങൾ എന്താന്ന് വെച്ചാ അയക്കും. സോമേട്ടൻ എന്നെ അത്രക്ക് ഇഷ്ടായോ? പിന്നെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. പണ്ട് IIT ഖരഗ്പൂരിൽ പഠിക്കുന്ന സമയത്ത് ബിസിനസ് ആവശ്യങ്ങൾക്കായി ഇന്ത്യ മൊത്തം കറങ്ങുമ്പോഴും ആരോടും തോന്നാത്തൊരു ഇഷ്ടം. സത്യം? സത്യം, നിന്റെ അമ്മ സതീദേവിയാണ്. ആട്ടെ, എന്നെ ഇഷ്ടമായോ? ഈ കലിപ്പനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കോ? ഓഹോ, കലിപ്പനയാണ് ഇഷ്ടം അല്ലേ? You have received a new WhatsApp message. വാട്സാപ്പ് മെസ്സഞ്ചർ. എന്തിനാ എന്നെ തല്ലിയേ? യുവാക്കളെ എഴുതിട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികളിൽ എന്റെ ദർശനക്കുട്ടി വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഓ, ഏട്ടന്റെ കെയറിങ്, എന്റെ കെയറിങ് ഏട്ടായി, എന്റെ കുടുവാണ്, എന്റെ കലിപ്പൻ. എന്റെ കാന്താരി, കലിപ്പന്റെ കാന്താരി. കരളേ നിൻ കൈ പിടിച്ച കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുന്നൊരു വെൺപിറാവ്. ആഘോഷങ്ങളൊക്കെ മതി, ഈ കല്യാണം നടക്കില്ല. ബട്ട് വൈ? ഈ ക്രിമിനലിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാ. ഈ സോമനെ അറസ്റ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സാറേ. നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉറപ്പിക്കാവോ? എന്നാൽ സോമനി താടി മുടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തും സാറേ. സാറും പിള്ളേർക്കും ഷേപ്പ് ചെയ്ത് പഠിക്കാൻ. തന്റെ ഷേപ്പ് മാറുന്നതും മാറ്റുന്നതും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഒരു തീപ്പെട്ടി ഉണ്ടാവും എടുക്കാൻ. തീപ്പെട്ടി എന്തിനാ സാറേ? തീ തന്നെ ഇരിക്കട്ടെ.
എന്റെ വീട്ടില് വന്ന് എന്റെ മരുമകനെ തല്ലിക്കൊല്ലാൻ ആരാ തന്നടാ? നോക്ക്, ഇത് ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റാണ്. മേലേടത്ത് വീട്ടിൽ സോമൻ പിള്ള, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തോന്ന്? ഞാൻ മേലേടത്തല്ല, കീഴടത്ത് വീട്ടിൽ സോമനാണ്. അപ്പൊ അച്ഛന്റെ പേര്? സതീശൻ. ഓ സോറി, ഇത് രമേശനാണ്. ഹൃദയരായ വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ നടന്ന ഈ അറസ്റ്റ് ശ്രമം വെറും തെറ്റിദ്ധാരണയുടെ പേരിലാണെന്ന സത്യം ഏതോർവം അറിയിക്കുകയാണ്. അങ്ങളെ ഇതതിന് ജാലപ്പെട്ട് സോമൻ കൈവച്ചാ പിന്നെ തീപ്പൊരിയാ സാറേ. അതാണ് തീപ്പൊരി. സോറി പടക്കുന്ന മീനോ? എന്താണ് ബ്രോ, മോഡേണോ? അപ്പോ എല്ലാവർക്കും ഈ കൽപ്പന്റെയും കാന്താരിയുടെയും കുടുംബത്തിന്റെയും ഓണാശംസകൾ. നന്ദി.